The World Cup is in 1 week and it's time for my 100% accurate predictions. World Cup, World Cup, World Cup. First of all, I am the sorry. ഓക്കെ, 3 ചാനൽ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോസ് മര്യാദക്ക് ചെയ്തിട്ട് ആഴ്ചകളായിട്ടുണ്ട്. എന്തായാലും ഇറ്റ്സ് ടൈം ഫോർ മൈ പ്രെഡിക്ഷൻസ്. ഈ ഒരു വേൾഡ് കപ്പിൽ എന്തൊക്കെയാണ് നടക്കാൻ പോണത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഫുൾ സ്ക്രിപ്റ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ട്രംപിനെ കുറച്ച് മുന്നേ വിളിച്ചു വെച്ചിട്ടുള്ളൂ. ഒരു PDF ആയിട്ട് ആൾ അയച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നടക്കാൻ പോണത് എന്നുള്ള കാര്യം അണ്ണൻ കരയുമോ? We will find out. Okay. ആദ്യം തന്നെ പറയാനുള്ള ഒരു സംഭവം എന്താണെന്നറിയോ? ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. 48 ടീംസ്. അതിനർത്ഥം എന്താ? ഈ ഒരു വേൾഡ് കപ്പിൽ കുറെ കുഞ്ഞു ടീമുകളുണ്ട്. അതിന്റെ അർത്ഥം എന്താ? വലിയ ടീമുകൾ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ തോൽക്കാനുള്ള ചാൻസസ് കുറയും. ഓക്കെ, അതായത് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ വലിയ അട്ടിമറികളോ അല്ലെങ്കിൽ മറ്റേ ടൈപ്പ് ഓഫ് എക്സൈറ്റിംഗ് സംഭവങ്ങളൊന്നും അധികം പ്രതീക്ഷിക്കണ്ട, സർപ്രൈസസ് ഒന്നും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് സംഭവങ്ങൾ പെട്ടെന്ന് അടിച്ചു മിന്നി വിടാം. ഗ്രൂപ്പ് എ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനല്ല കേട്ടോ. മെക്സിക്കോ ഫസ്റ്റ്. കാരണം എന്താ? ഓരോ നാട്ടിലാണ് അല്ലെങ്കിൽ നാടിന്റെ അടുത്തുള്ള സ്ഥലത്താണ് കളിക്കുന്നുണ്ട്. അവിടുത്തെ ക്ലൈമറ്റും കണ്ടീഷൻസും ഇവർക്ക് കുറച്ചും കൂടെ ഒക്കെ പരിചിതമാവും ബാക്കിയുള്ള ആൾക്കാരെക്കാളും. പിന്നെ ഇവർക്ക് സ്വന്തം നാട്ടിലല്ലേ, അതിന്റെ ഒരു എനർജിയും ത്വരയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. മറ്റേ ബ്രസീൽ 7-1 തോറ്റ വർഷം ഓർക്കുണ്ടായ അതേപോലെ. സൗത്ത് കൊറിയ 2. എനിക്ക് ഇവരിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. സൗത്ത് കൊറിയ ആൻഡ് ജപ്പാൻ, അവരുടെ കേസിൽ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് അവർ സെക്കൻഡ്. സെക്കിയ അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് അവരായിരിക്കും തേർഡ്. ഇവര് ബെസ്റ്റ് തേർഡ് പ്ലേസ് ഫിനിഷേഴ്സ് ആയിട്ട് റൗണ്ട് ഓഫ് 13 ക്വാളിഫൈ ചെയ്യോ ഇല്ലേന്നൊന്നും ഞാൻ ഇപ്പൊ പറയണില്ല. നമുക്ക് ബാക്കി ഗ്രൂപ്പ്സും കൂടെ പറഞ്ഞതിന് ശേഷം അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. സൗത്ത് ആഫ്രിക്ക അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വക്ക അതൊക്കെ പാടിയിട്ട് ഒരു വീട്ടിൽ പോയിക്കോളും. ഗ്രൂപ്പ് ബി അനദർ ഹോസ്റ്റ് നേഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷേ എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. കൂട്ടത്തിൽ കുറച്ച് മെനുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്വിറ്റ്സർലൻഡ്, ഖത്തർ ആൻഡ് ബീഹാർ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. ഓക്കെ, ഇൻ ദ ഓർഡറിൽ സ്വിറ്റ്സർലൻഡ് നമ്പർ 1, ഖത്തർ 2 ആൻഡ് ബോസ്നിയ നമ്പർ 3. ഖത്തറിൽ നമ്മളെ മലയാളി പയ്യനൊക്കെ ഉള്ളതാ. ഓനെ കളിപ്പിച്ചില്ലെങ്കിൽ ഒരു 4ാം സ്ഥാനത്ത്, ഓൻ 1 മിനിറ്റെങ്കിലും കൊടുത്താൽ ഒരു 2ാം സ്ഥാനത്ത്. അതാണ് എന്റെ പ്രഡിക്ഷൻ. ബോസ്നിയ 3rd, കാനഡ ഗിറൗട്ട്. ഓക്കെ, ഗിറൗട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഗ്രൂപ്പ് എ വീക്ക്, ഗ്രൂപ്പ് ബി വീക്ക്. കാരണം ആ ടീമുകൾ തമ്മിലുള്ള ഒരു മെനല്ല, വലിയൊരു ത്രില്ലില്ലാത്ത ഗ്രൂപ്പാ. ബട്ട് ഗ്രൂപ്പ് സി, ബ്രസീലിനെ തോൽപ്പിച്ച മൊറോക്കോ, സ്കോട്ട്ലൻഡ് ആൻഡ് നമ്മുടെ ഡെക്കൻസ് നാസോൺ ഉള്ള ഹെയ്ത്തി. അതുകൊണ്ട് എനിക്ക് ഹെയ്ത്തിനോട് ചെറിയൊരു അഫെക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു പോയിന്റെങ്കിലും ഒക്കെ നേടാന്ന് എനിക്കുണ്ട്. ബട്ട് അതിനുള്ള ചാൻസസ് കുറവാ. എങ്കിൽ പോലും ദിസ് ഈസ് ഈസി. ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ് ആൻഡ് ഹെയ്ത്തി ഔട്ട്. ഗ്രൂപ്പ് ഡി, USA, പരഗ്. ഇതെന്തത്? ഇത് ഇവര് റിഗ് ചെയ്ത ഗ്രൂപ്പാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കുന്നുണ്ട്. തുർക്കി നമ്പർ 1, നോ ഡൗട്ട്. ഓസ്ട്രേലിയ, പരഗേ, USA ശരിക്കും നമ്മൾ ഗേ എന്ന് പറയണ്ടേ. തുർക്കി ഫസ്റ്റ്, USA സെക്കൻഡ്. ഓരോ നാട്ടിലല്ലേ ഒരു റൗണ്ട് ഓഫ് 13 ക്വാളിഫൈ ചെയ്തോട്ടെ. ഗ്രൂപ്പ് ഇ അനദർ ഈസി ഗ്രൂപ്പ്. ജർമ്മനി. ഐവറി കോസ്റ്റിനെ പറ്റിയൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവരൊക്കെ ആറിട്ടോ കളിച്ചിട്ട് ഇത്രയും ദിവസം. ഞാനൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വരാം. Oh my god, ഇവരില്ലേ ആക്ച്വലി they are pretty good. ഞാൻ കുറച്ച് പ്രതീക്ഷ വെച്ച സൗത്ത് കൊറിയനെ 4 പൊട്ടിച്ച ടീമാണ് ഇവര്. സ്കോട്ട്ലൻഡിന് ഇവര് തോൽപ്പിച്ചിട്ടുണ്ട്. അവരുണ്ടാവും കേട്ടോ റൗണ്ട് ഓഫ് 32. ഗ്രൂപ്പ് എഫ് ഈസി. ആക്ച്വലി ഈ ടുണീഷ്യ കുറച്ച് അപ്സെറ്റ് ഒക്കെ തരാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് കൺട്രി കേട്ടോ. ടുണീഷ്യ 3. ഓക്കെ, ഓൾക്കൊരു ചാൻസ് ഉണ്ട് റൗണ്ട് ഓഫ് 32. ജപ്പാൻ. ജപ്പാൻ, മൈ കൺട്രി. വാരുതക്കൊപ്പുത്. യോഷിസുരു. ബെൽജിയം, ഇറാൻ, ഈജിപ്ത് ആൻഡ് നമ്മുടെ ടിം പെയിൻ. ഈ ടിം പെയിന്റെ കഥ കേട്ടങ്ങള്. ഏതോ ഒരു അർജന്റീൻ ടിക്ടോക്കർ ഇല്ലേ, ന്യൂസിലാൻഡിലത്തെ ടിം പെയിനെ ഫേമസ് ആക്കി. 4000 ഫോളോവേഴ്സ് ഉള്ള ആക്കിപ്പോ 2 മില്യന്റെ മേലൊക്കെ ആയി തോന്നുന്നുണ്ട്. ഒപ്പം മെസ്സിന്റെയും റൊണാൾഡോന്റെയും നെയ്മറിന്റെ ഒപ്പാണ് ഈ ഒരു വേൾഡ് കപ്പിന്റെ ഫെയിമിന്റെ കാര്യത്തില്. ഇത് വെരി ഈസി ടു പ്രിഡിക്റ്റ്. ഗ്രൂപ്പ് എച്ച്
കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ബട്ട് നോ, സ്പെയിൻ, യുറുഗ്വേ, സൗദി, കേപ്പ് വെർത്ത്, വാട്ട്? നോ, ഇറ്റ്സ് നോട്ട് സ്ട്രോങ്. ഇത് കുറച്ച് സ്ട്രോങ് ആ. ഗ്രൂപ്പ് ഐ, ഫ്രാൻസ്, സെനഗൽ, നോർത്ത് വേ ആൻഡ് ഇറാഖ്. എന്താന്നറിയില്ല, എനിക്ക് ഇങ്ങനെ ഇടാൻ തോന്നുന്നുണ്ട്. ഇറാഖ് 3 വരുന്ന പോലെ ഇടാൻ തോന്നുന്നുണ്ട്. അതെനിക്ക് സ്ക്രിപ്റ്റ് ഓൾറെഡി അറിയണോണ്ടല്ല കേട്ടോ, ഇതിന്റെ ഒരു മൈൻഡ് ടു മസിൽ കണക്ഷൻ അങ്ങനെ വരുന്നുണ്ട്. ഗ്രൂപ്പ് ജെ, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് അർജന്റൈൻ. അർജന്റീന ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് അടിച്ച ദിബു മാർട്ടിനസ് റിട്ടയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജോർഡാനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. അൾജീരിയ, ഓസ്ട്രിയ. ഓസ്ട്രിയൊക്കെ കുറച്ച് ഡീസന്റ് ഫുട്ബോൾ കളിക്കുന്ന കൺട്രി കേട്ടോ. ഇതൊക്കെ എന്തത്? ഇതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഗ്രൂപ്പ് കെ, പോർച്ചുഗൽ, കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് DR കോങ്കോ. പക്ഷെ DR കോങ്കോ അത്യാവശ്യത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആണോ? ജമൈക്കനെ തോൽപ്പിച്ചു, ബൊട്സ്വാന, അൾജീരിയനെ. കുറച്ച് സീരിയസ് മാച്ചസ്. DR കോങ്കോ മാൻ. ഉസ്ബെക്കിസ്ഥാൻ അത്രക്ക് എത്തും എനിക്ക് തോന്നുന്നില്ല. ഗ്രൂപ്പ് എൽ, ഐ ഡോണ്ട് നോ മാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തിന്റെയും ഒരു ഇതൊന്നും എനിക്കറിയില്ല. കാരണം ആരപ്പോ ഇന്റർനാഷണലത്തെ എല്ലാ മാച്ചസും കാണുക? ഇല്ല, ആരും കാണൂല. അത്രക്ക് വലിയ ബോൾ നോളജിന്റെ ഒന്നും ആവശ്യമില്ല. എനിവേ, ദാറ്റ്സ് ദ ഗ്രൂപ്പ് സ്റ്റേജ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് 8 തേർഡ് പ്ലേസ് ടീംസിനെ സെലക്ട് ചെയ്യണം. ഐ തിങ്ക് സ്കോട്ട്ലൻഡ്, ചെക്കിയ, നോർവേ, ഗാന, ടുണീഷ്യ. സൗദിക്കൊന്നും അതിനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ ലീഗിൽ കുറെ ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട് എന്നേ ഉള്ളൂ. അവിടെ സൗദി പ്ലേയേഴ്സ് അത്ര മെച്ചൊന്നുമില്ല. ഇക്വഡോർ, അൾജീരിയ ആൻഡ് ബോസ്നിയ. ഇതാണ് എന്റെ ടോപ്പ് 8. ഓക്കെ, ഇതെന്ത് പഹി? ഈ വേൾഡ് കപ്പ് പ്രെഡിക്ടർ യൂസ് ചെയ്യാൻ ഇവർക്ക് ഇനി പൈസയും കൊടുക്കണോ? പോടോ, ഇവരെന്ത് ആളെ പറ്റിച്ചിടോ. പൂച്ചാണ്ടി ടെലഗ്രാഫ് വിചാരിച്ചാലൊന്നും നമ്മളെ വീഡിയോനെ തടയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ വേറെ വെബ്സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. റൗണ്ട് ഓഫ് 32. ഇതെന്തത് ഇത്രയും ചെറുത്? ഓക്കെ, സെറ്റ്. ഞാൻ ചൂസ് ചെയ്ത ആൾക്കാർ ഇവിടെ 8 ആൾക്കാര് ഓരെ തന്നെയാണോ ഇവരെടുത്തത്? ടു ബി ഹോണസ്റ്റ്, ഇറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, ഈ 8 സ്ഥാനത്ത് വന്ന ആൾക്കാരില്ലേ, ഇവരാരും എന്തായാലും വലിയൊരു ഇമ്പാക്ട് ഒന്നും ഈ ഒരു ഇന്ത്യ പ്രഡിക്ഷനിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാം. സോ റൗണ്ട് ഓഫ് 32 ഫസ്റ്റ് മാച്ച്, മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ. ഈസി, മെക്സിക്കോ വിൻസ്. ഖത്തർ വേഴ്സസ് മൊറോക്കോ വിൻസ്. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് സെക്കിയ, സ്വിറ്റ്സർലൻഡ് വിൻസ്. ബ്രസീൽ വേഴ്സസ് സൗത്ത് കൊറിയ ആൻഡ് ബ്രസീൽ വിൻസ്. ഈ മാച്ചസ് ഒക്കെ ഞാൻ വേറെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ബ്രസീൽ, സ്വിറ്റ്സർലൻഡ് ഒക്കെ. തുർക്കി വേഴ്സസ് അൾജീരിയ, തുർക്കി. ഐവറി കോസ്റ്റ് വേഴ്സസ് ജപ്പാൻ. I want Japan to win and they will win. വാരുത കൊപ്പുതേ യോഷു. ജർമ്മനി വേഴ്സസ് ഈജിപ്ത്. ജർമ്മനി. USA ഓൾറെഡി ഔട്ട് ആയിട്ടോ. റൗണ്ട് ഓഫ് 32 USA ഔട്ടായി. വെരി ഗുഡ്. ഇവരില്ലേ, ഒരു തോറ്റ് പുറത്താവുമ്പോ ചിലപ്പോ വേൾഡ് കപ്പിനെ നിർത്താൻ പറയും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാ. ബെൽജിയം വേഴ്സസ് നോർവേ, ബെൽജിയം. യുറുഗ്വേ വേഴ്സസ് സെനഗൽ. സ്പെയിൻ. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. എടാ, ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത്ര എളുപ്പേനോ? ഞാൻ കാരണങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല കേട്ടോ. കാരണം എന്റെ UCL പ്രെഡിക്ഷനെ ഞങ്ങൾ കണ്ടു, അത്രയും പെർഫെക്റ്റാ. അതേപോലെ നാവും ഇതും. മെക്സിക്കോ വേഴ്സസ് മൊറോക്കോ. ബ്രസീൽ. ഗൈസ്, ഇതെന്തത്? ഞാൻ പറയില്ല, സ്ക്രിപ്റ്റ് ഭയങ്കര അടിപൊളി ആയിന്. കുറെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്. റിപ്പീറ്റ്. ഈ മൊറോക്കോനല്ല ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് മൊറോക്കോ പോർച്ചുഗലിനെ തോൽപ്പിച്ചു. അങ്ങനല്ലേനോ? എന്റെ ഓർമ്മക്കാണോ ഇനി പിഴവ്? ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്. എടാ, മൊറോക്കോയും ബ്രസീൽ അത് മൊത്തത്തിൽ മായച്ചു കളഞ്ഞാളിട്ടോ. ക്രൊയേഷ്യയാണല്ലേ ബ്രസീലിനെ അന്ന് തോൽപ്പിച്ചത്. തുർക്കി വേഴ്സസ് ജപ്പാൻ. എടാ, ഈ മാച്ച് അടിപൊളിയാവട്ടോ. ഈ മാച്ച് അത്രയും അടിപൊളിയാവും. തുർക്കിന്റെ ടാലൻസ് വേഴ്സസ് ജപ്പാന്റെ ഒരു ഫ്രീ ഫ്ലോ സ്റ്റേറ്റിലുള്ള ഒരു ഫുട്ബോൾ ഉണ്ട്. അത് രണ്ടും കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വരുമ്പോ ഐ ആം റൂട്ടിംഗ് ഫോർ ജപ്പാൻ. സംഭവം തുർക്കി ഈസ് ദ ബെറ്റർ ടീം, ബട്ട് ഐ ആം റൂട്ടിംഗ് ഫോർ ജപ്പാൻ. ജർമ്മനി വേഴ്സസ് നെതർലാൻഡ്സ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ മാച്ച്. ജർമ്മനി, നെതർലാൻഡ്സ്.
എന്താണെന്നറിയില്ല, എനിക്കൊരു അങ്ങനത്തെ ഒരു ഫീലാണ് വരുന്നത്. നെതർലാൻഡ്സ് ബീറ്റിംഗ് ജർമ്മനി, അതിന് വേറെ കാരണമുണ്ട്, അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ബെൽജിയം വേഴ്സസ് സെനഗൽ, ആഫ്രിക്കൻ കരുത്ത് മാൻ. ബെൽജിയത്തിന് എന്തായാലും ഓരോ ഗോൾഡനും ഇനി ഡയമണ്ട് ജനറേഷൻ ആയിട്ടും കാര്യമില്ല, ഇതൊന്നും ഓർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, കപ്പ് കിട്ടൂല. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. എടാ ഇതെന്തത്, ഈ റൗണ്ട് ഓഫ് 16 തന്നെ ഇത്രയും നല്ല മാച്ചസ് ഒക്കെ വരുന്നുണ്ട്. ഹാ, ഇങ്ങനെയാണോ ഈ വേൾഡ് കപ്പിൽ വരിക? ഓൾറെഡി സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്, അപ്പൊ ഫൈനലിൽ ഇനി ആരെ കളിക്കുക? ഇന്ത്യൻ പാകിസ്ഥാൻ. ഇതെന്ത് തേങ്ങ? എടാ എംബാപ്പ എവിടെങ്കിലും ജയിക്കട്ടെ, യമാലിനേറ്റു അല്ലെ, എംബാപ്പ എവിടെങ്കിലും ജയിക്കട്ടെ. പാവം, എല്ലാവരും ഓൻക്കെതിരപ്പോ, പക്ഷെ ഞാൻ എംബാപ്പിനെ സപ്പോർട്ട് ചെയ്യും. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. ഈ മെസ്സി ഉള്ളത് മാത്രമാണ് എനിക്കൊരു സംശയം, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചോളും. പക്ഷെ ഈ മെസ്സി അവിടെ ഉണ്ടാവും, അയാൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെറുതെ ഇംഗ്ലണ്ട് ഗെറ്റ് ഔട്ട്. എടാ അർജന്റീനയും പോർച്ചുഗലും മാച്ച് വരുമെങ്കിൽ ഇംഗ്ലണ്ട് എന്തിനാ? നിങ്ങൾ പോയിക്കോളി. അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനൽസ്. ഓ മൈ ഗോഡ്, എടാ ഇങ്ങനെ ഒരു മാച്ച് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ. മൊറോക്കോ വേഴ്സസ് ബ്രസീൽ. ഇത്തവണ മൊറോക്കോ ജയിക്കൂട്ടോ, കാരണം ബ്രസീലിന്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? കുറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ മൊറോക്കോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ഒരു ജയിക്കും. ജപ്പാൻ വേഴ്സസ് നെതർലാൻഡ്സ്. വെറുതെ എനിക്ക് അത്രക്ക് കോൺഫിഡൻസ് ഒന്നും ജപ്പാനിലില്ല. ഓക്കെ, സെനഗൽ വേഴ്സസ് ഫ്രാൻസ്, പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന. ഗൈസ്, ഇങ്ങനെ ഒരു മാച്ച് വരികയാണെങ്കിൽ ആര് ജയിക്കും, ആരായിരിക്കും ദ ബെറ്റർ പ്ലെയർ, ബെറ്റർ ടീം, അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ഒക്കെ കമന്റ് ചെയ്യുക. ആൻഡ് ഗൈസ്, ഞാൻ ഉള്ളത് പോലെ പറയാം. ഓക്കെ, അർജന്റീന ആൻഡ് മെസ്സി ഓർക്ക് കിട്ടാനുള്ളത് 2022 കിട്ടി, ഒരു കിട്ടി സാറ്റിസ്ഫൈഡ് ആയി. പ്ലീസ് അണ്ണന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ക്ഷമിക്കി. അർജന്റീന മെസ്സി, നിങ്ങളൊന്ന് തോറ്റു കൊടുക്കി പ്ലീസ് മാൻ, പ്ലീസ്, ഐ നീഡ് ദിസ്. ഓക്കെ, അല്ലെങ്കിൽ മൈ അണ്ണൻ വിൽ ക്രൈ. അതെനിക്ക് താങ്ങാൻ കഴിയൂല. മെസ്സിന്റെ ഫാൻസിനും മെസ്സിക്കും ഇനി കരയാനൊന്നുമില്ല, അവർക്ക് ചില്ലായി വീട്ടിൽ പോവാ തോറ്റാലും. നമ്മൾ അങ്ങനല്ല. പ്ലീസ്, ഐ നീഡ് ദിസ്, മൈ മം ഈസ് കൈൻഡ് ഓഫ് ഹോംലെസ്. ഓ, നെതർലാൻഡ് വേഴ്സസ് പോർച്ചുഗൽ വേഴ്സസ്. എടാ ഒരു കാര്യം ഇല്ലേനുല്ലേ, അർജന്റീനന്റെ പോർച്ചുഗൽ തോൽപ്പിച്ചിട്ട് എന്തുണ്ടായത്? ഫ്രാൻസിനായിട്ട് കളിക്കണം, എന്നിട്ട് ഫ്രാൻസ് ജയിക്കും. നെതർലാൻഡ് വേഴ്സസ് ഫ്രാൻസ് ഫൈനൽ. ബെൽജിയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നെതർലാൻഡ്സിന് നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫ്രാൻസ് ഒരു ആവശ്യമില്ലാതെ കപ്പടിക്കും. ആൻഡ് എംബാപ്പി പിന്നെയും ആ ഒരു ടോപ്പിലെത്തും. അവിടെ ഇതുകൊണ്ട് ഇപ്പൊ ആർക്കും ഒരു മെച്ചുണ്ടായില്ലല്ലോ. അണ്ണനും മെച്ചല്ല, കപ്പ് അടിക്കാത്ത ടീംസിനും മെച്ചല്ല. എംബാപ്പന്റെ ഡിക്റ്റേറ്റർഷിപ്പിന് കുറച്ചും കൂടെ ഓറ കൂടിയെന്ന് ഉണ്ടായതുള്ളൂ ലാസ്റ്റ്. ഇതെന്ത് സ്ക്രിപ്റ്റാ ഇത്? നോക്ക്, എംബാപ്പി, എടാ ഗോൾഡൻ ബോൾ എംബാപ്പി. എടാ ഇത് ഡിക്റ്റേറ്റർക്കുള്ളതാണോ? ഇമാജിൻ ഇന്റെ പ്രെഡിക്ഷൻസ് അതേപോലെ പക്കയായിട്ട് മെസ്സി സൈൻ ചെയ്ത അർജന്റീനന്റെ കിറ്റൊക്കെ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ വാവ്. ഗൈസ്, ദിസ് ഈസ് മൈ പ്രെഡിക്ഷൻ. നിങ്ങളുടെ പ്രെഡിക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യുക. അത്രക്കുള്ളൂ. ഇത് അത്രക്ക് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു പ്രഡിക്ഷൻ ഒന്നല്ല കേട്ടോ. ബട്ട് ആഫ്റ്റർ ദ വേൾഡ് കപ്പ് നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. UCL ഐ വാസ് ബിസി. ഓക്കെ, അതുകൊണ്ട് അത് നടന്നില്ല. അത്രക്കുള്ളൂ. ബൈ ബൈ.